ബൈബിൾ ക്വിസ്. പുതിയ നിയമത്തിലെ തിരഞ്ഞെടുത്ത 25 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാം അറിയാമോ എന്ന് നോക്കാം. ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലൂടെ ആവേശകരമായ ഒരു യാത്ര തുടങ്ങുകയാണ്. നിങ്ങളുടെ ബൈബിൾ പരിജ്ഞാനത്തിന്റെ അതിരുകൾ ഭേദിക്കാനും ഈ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ഞങ്ങൾ 25 ചോദ്യങ്ങളുമായി വന്നിരിക്കുന്നു. ഈ ബൈബിൾ പഠനയാത്രയിൽ നിങ്ങളോടൊപ്പം ചേരുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. നമുക്ക് തുടങ്ങാം. ചോദ്യം 1. നിങ്ങൾ എന്നെ തിരയുന്നത് എന്തിനാണ്? ഞാൻ എന്റെ പിതാവിന്റെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചത് ആരായിരുന്നു? എ. യോഹന്നാൻ, ബി. യേശു, സി. പത്രോസ്, ഡി. യാക്കോബ്. ഉത്തരം ബി. യേശു. 12 വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തന്നെ ആകാംക്ഷയോടെ അന്വേഷിച്ച് യെരൂശലേം ദൈവാലയത്തിൽ കണ്ട തന്റെ മാതാപിതാക്കളായ മറിയോടും യോസേഫിനോടുമാണ് യേശു ഈ വാക്കുകൾ പറഞ്ഞത്. തന്റെ ദൈവിക ദൗത്യത്തെക്കുറിച്ചും പിതാവായ ദൈവവുമായുള്ള തന്റെ പ്രത്യേക ബന്ധത്തെക്കുറിച്ചുമുള്ള യേശുവിന്റെ ആദ്യകാല അവബോധം ഈ സംഭവം വെളിപ്പെടുത്തുന്നു. ചോദ്യം 2. യേശു ഉയിർത്തെഴുന്നേറ്റ സ്നാപക യോഹന്നാൻ ആണെന്ന് വിചാരിച്ചത് ആരായിരുന്നു? എ. കേഫാസ്, ബി. നിക്കോദേമോസ്, സി. പൊന്തിയോസ് പീലാത്തോസ്, ഡി. ഹെരോദ് അന്തിപ്പാസ്. ഉത്തരം ഡി. ഹെരോദ് അന്തിപ്പാസ്. ഗലീലയിലെ ഭരണാധികാരിയായിരുന്ന ഹെരോദ് അന്തിപ്പാസ് ആണ് യേശു ഉയിർത്തെഴുന്നേറ്റ് യോഹന്നാൻ സ്നാപകൻ ആയിരിക്കുമെന്ന് ആദ്യം വിചാരിച്ചത്. യോഹന്നാൻ സ്നാപകനെ വധിക്കാൻ ഉത്തരവിട്ടതിലുള്ള ഹെരോദിന്റെ കുറ്റബോധത്തിൽ നിന്നും യേശുവിന്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ചുള്ള പൊതുജന സംസാരത്തിൽ നിന്നുമാണ് ഈ വിശ്വാസം ഉടലെടുത്തത്. ചോദ്യം 3. ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു ആരെക്കുറിച്ചാണ് പറഞ്ഞത്? എ. ശതാധിപൻ, ബി. കുരുടനായിരുന്ന യാചകൻ, സി. സമരിയ സ്ത്രീ, ഡി. തളർവാദ രോഗി. ഉത്തരം എ. ശതാധിപൻ. ദൂരത്തുനിന്ന് സൗഖ്യമാക്കാനുള്ള യേശുവിന്റെ അധികാരത്തിലുള്ള അസാധാരണമായ വിശ്വാസം പ്രകടിപ്പിച്ച ശതാധിപനെ അഭിനന്ദിച്ചുകൊണ്ട് യേശു ഈ വാക്കുകൾ പറഞ്ഞു. ശതാധിപന്റെ എളിമയും വിശ്വാസവും യേശുവിനെ അത്ഭുതപ്പെടുത്തി. വിശ്വാസത്തിന് സാംസ്കാരിക അതിർവരമ്പുകൾ ഇല്ല എന്ന് ഇത് എടുത്തു കാണിക്കുന്നു. ചോദ്യം 4. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? എ. ദാവീദ്, ബി. മോശെ, സി. അബ്രഹാം, ഡി. ശലോമോൻ. ഉത്തരം സി. അബ്രഹാം. ഈ സ്ഥാനപ്പേര് അബ്രഹാമിന്റെ ദൈവവുമായുള്ള അടുത്ത ബന്ധത്തെ ഊന്നിപ്പറയുന്നു. ഇത് അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും അനുസരണയും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിശ്വാസത്തിന്റെ മാതൃകയായി അബ്രഹാമിനുള്ള സ്ഥാനം ഇത് സൂചിപ്പിക്കുന്നു. ചോദ്യം 5. ഒരു സ്ത്രീക്ക് നാണയം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള യേശുവിന്റെ ഉപമയിൽ ആ സ്ത്രീക്ക് ആകെ എത്ര നാണയങ്ങൾ ഉണ്ടായിരുന്നു? എ. 5, ബി. 10, സി. 11, ഡി. 12. ഉത്തരം ബി. 10. നഷ്ടപ്പെട്ട നാണയത്തെക്കുറിച്ചുള്ള യേശുവിന്റെ ഉപമയിൽ ഒരു സ്ത്രീക്ക് 10 നാണയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 1 നഷ്ടപ്പെട്ടു. അവൾ അത് കണ്ടെത്തുന്നതുവരെ തന്റെ വീട് തൂത്തുവാരി. നഷ്ടപ്പെട്ടവരെ ദൈവം എങ്ങനെയാണ് അശ്രാന്തമായി തേടുന്നതെന്നും ഒരു പാപി മാനസാന്തരപ്പെട്ട് അവിടുത്തെ അടുക്കലേക്ക് മടങ്ങിവരുമ്പോൾ അവിടുത്തെ സന്തോഷം എത്ര വലുതാണെന്നും ഈ ഉപമ വ്യക്തമായി ചിത്രീകരിക്കുന്നു. ചോദ്യം 6. യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോൾ എത്ര പേർ നന്ദി പറയാൻ തിരികെ വന്നു? എ. 5, ബി. 3, സി. 2, ഡി. 1. ഉത്തരം ഡി. 1. യേശു 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ശേഷം ഒരേയൊരു ശമരിക്കാരൻ മാത്രമേ നന്ദി പറയാൻ തിരികെ വന്നുള്ളൂ. യേശു അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പ്രശംസിച്ചു. ഇത് നന്ദിയുടെ പ്രാധാന്യത്തെയും നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകളെ തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യത്തെയും അടിവരയിടുന്നു. ചോദ്യം 7. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? എ. യോഹന്നാൻ, ബി. തോമസ്, സി. പത്രോസ്, ഡി. യാക്കോബ്. ഉത്തരം ബി. തോമസ്. ഉയർത്തെണീറ്റ യേശുവിനെ നേരിൽ കാണുകയും തന്റെ മുറിവുകളിൽ സ്പർശിക്കുകയും ചെയ്യുന്നതുവരെ ആദ്യം സംശയിച്ച തന്റെ ശിഷ്യന്മാരിൽ ഒരാളായ തോമസിനോടാണ് യേശു ഈ വാക്കുകൾ പറഞ്ഞത്. തന്നെ ഭൗതികമായി കാണാതെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ യേശു സ്ഥിരീകരിക്കുന്നു.
ചോദ്യം 8. പത്മോസ് ദ്വീപിൽ വെച്ച് കർത്തൃദിവസത്തിൽ ദൈവവചനം ലഭിക്കുകയും വെളിപ്പാട് പുസ്തകം എഴുതുകയും ചെയ്തത് ആരായിരുന്നു? എ. യോഹന്നാൻ. ബി. പൗലോസ്. സി. ലൂക്കോസ്. ഡി. പത്രോസ്. ഉത്തരം എ. യോഹന്നാൻ. വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ദർശനം യോഹന്നാൻ കണ്ടതാണ്. ഭാവിയിലെ സംഭവങ്ങളെക്കുറിച്ചും ആത്മീയ സത്യങ്ങളെക്കുറിച്ചുമുള്ള അഗാധമായ ഉൾക്കാഴ്ചകൾ ഇത് നൽകുന്നു. ദൈവത്തിന്റെ സന്ദേശങ്ങൾ വിശ്വസ്തയോടെ രേഖപ്പെടുത്തുന്നവനായി യോഹന്നാന്റെ പങ്ക് ഇത് ഊന്നിപ്പറയുന്നു. ചോദ്യം 9. യേശു തന്റെ ഉയിർപ്പിനു ശേഷം തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പത്രോസിനോട് എത്ര തവണ ചോദിച്ചു? എ. 1 തവണ. ബി. 2 തവണ. സി. 3 തവണ. ഡി. 4 തവണ. ഉത്തരം സി. 3 തവണ. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് പത്രോസ് 3 തവണ യേശുവിനെ നിഷേധിച്ചതിനെ തുടർന്നാണ് ഈ സംഭാഷണം നടന്നത്. ഓരോ തവണയും പത്രോസ് യേശുവിനോടുള്ള തന്റെ സ്നേഹം ഏറ്റുപറഞ്ഞു. ഇത് അനുരഞ്ജനത്തെയും യേശുവിന്റെ ആടുകളെ മേയ്ക്കുന്നതിനുള്ള പത്രോസിന്റെ ദൗത്യത്തെയും സൂചിപ്പിക്കുന്നു. ചോദ്യം 10. അത്തിമരത്തിന്റെ കീഴിൽ കണ്ടതായി യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? എ. യോഹന്നാൻ. ബി. പത്രോസ്. സി. അന്ത്രോയസ്. ഡി. നഥാനിയേൽ. ഉത്തരം ഡി. നഥാനിയേൽ. ഫിലിപ്പോസ് വിളിക്കുന്നതിനു മുമ്പ് യേശു നഥാനിയേലിനെ അത്തിമരത്തിന്റെ കീഴിൽ കണ്ടിരുന്നു. തന്നെക്കുറിച്ച് യേശുവിനുള്ള അറിവിൽ നഥാനിയേൽ അത്ഭുതം പ്രകടിപ്പിച്ചപ്പോൾ യേശു തന്റെ ദൈവിക ഉൾക്കാഴ്ച വെളിപ്പെടുത്തി. ഇത് നഥാനിയേലിന്റെ ആത്മാർത്ഥമായ വിശ്വാസത്തെ സ്ഥിരീകരിക്കുകയും ദൈവപുത്രനായ യേശുവിന്റെ വലിയ വെളിപ്പെടുത്തലുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ചോദ്യം 11. ഇടിമുഴക്കത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെട്ടവർ ആരായിരുന്നു? എ. പത്രോസും യോഹന്നാനും. ബി. യാക്കോബും യോഹന്നാനും. സി. തോമസും മത്തായിയും. ഡി. ഫിലിപ്പോസും ബർത്തലോമായും. ഉത്തരം ബി. യാക്കോബും യോഹന്നാനും. യേശുവിന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനുമാണ് ഇടിമുഴക്കത്തിന്റെ മക്കൾ എന്നറിയപ്പെട്ടത്. അവരുടെ തീക്ഷ്ണമായ വ്യക്തിത്വത്തിൽ നിന്നാണ് ഈ വിളിപ്പേര് വന്നത്. അവർ യേശുവിന്റെ അടുത്ത ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു. ചോദ്യം 12. യേശുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ വർദ്ധിക്കുകയും ഞാനോ കുറയുകയും വേണം എന്ന് പറഞ്ഞത് ആരാണ്? എ. പൗലോസ്. ബി. പത്രോസ്. സി. യാക്കോബ്. ഡി. യോഹന്നാൻ സ്നാപകൻ. ഉത്തരം ഡി. യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകന്റെ എളിമയും യേശുവിന്റെ അത്യുന്നതമായ സ്ഥാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചറിവും ഈ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നു. യേശുവിനായി വഴി ഒരുക്കുക എന്നതായിരുന്നു തന്റെ ദൗത്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ചോദ്യം 13. ഞാൻ നിങ്ങളെ 12 പേരെ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന് യേശു ആരെക്കുറിച്ചാണ് പറഞ്ഞത്? എ. യൂദാസ് ഈസ്കരിയോത്ത. ബി. മത്തായി. സി. തോമസ്. ഡി. പത്രോസ്. ഉത്തരം എ. യൂദാസ് ഈസ്കരിയോത്ത. തന്നെ പിന്നീട് ഒറ്റിക്കൊടുത്ത തന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് ഈസ്കരിയോത്തായെക്കുറിച്ചാണ് യേശു ഇത് പറഞ്ഞത്. യൂദാസിന്റെ ഈ പ്രവൃത്തി തിരുവെഴുത്ത് നിവർത്തിച്ചു. ചോദ്യം 14. മാരകമായ വിഷം നിറഞ്ഞതും അടക്കാൻ കഴിയാത്തതുമായ ഒരു ദോഷമായി യാക്കോബ് എന്തിനെക്കുറിച്ചാണ് എഴുതിയത്? എ. കണ്ണുകൾ. ബി. ഹൃദയം. സി. നാവ്. ഡി. മനസ്സ്. ഉത്തരം സി. നാവ്. യാക്കോബ് തന്റെ ലേഖനത്തിൽ നാവിനെ മാരകമായ വിഷം നിറഞ്ഞതും അടക്കാൻ കഴിയാത്തതുമായ ഒരു ദോഷമായി വിശേഷിപ്പിക്കുന്നു. നമ്മുടെ സംസാരം നിയന്ത്രിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഇത് ഊന്നിപ്പറയുന്നു. ചോദ്യം 15. കല്ലെറിയപ്പെടുകയും നഗരത്തിനു പുറത്തേക്ക് വലിച്ചിഴക്കപ്പെടുകയും മരിച്ചു എന്ന് കരുതപ്പെടുകയും ചെയ്ത അപ്പോസ്തോലൻ ആരായിരുന്നു? എ. പൗലോസ്. ബി. പത്രോസ്. സി. യാക്കോബ്. ഡി. സ്തെഫാനോസ്. ഉത്തരം എ. പൗലോസ്. സാവൂൾ എന്നറിയപ്പെട്ടിരുന്ന പൗലോസിനെ തന്റെ സുവിശേഷ പ്രഘോഷണ യാത്രകളിലൊന്നിൽ ലുസ്ത്ര നഗരത്തിന് പുറത്ത് കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ചു. പൗലോസ് അത്ഭുതകരമായി രക്ഷപ്പെടുകയും സുവിശേഷം പ്രസംഗിക്കാനുള്ള തന്റെ ദൗത്യം തുടരുകയും ചെയ്തു. ഇത് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയും പീഡനങ്ങളെ നേരിടാനുള്ള മനക്കരുത്തും പ്രകടമാക്കുന്നു. ചോദ്യം 16.
എല്ലാവരും ഇടറിപ്പോയാലും ഞാൻ ഒരു നാളും ഇടറിപ്പോകുകയില്ല എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? എ യോഹന്നാൻ, ബി പത്രോസ്, സി യാക്കോബ്, ഡി അന്ത്രയാസ്. ഉത്തരം ബി പത്രോസ്. മറ്റെല്ലാവരും ഉപേക്ഷിച്ചാലും താൻ ഒരിക്കലും ഇടറിപ്പോകില്ല എന്ന് പത്രോസ് ഉറക്കെ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം പത്രോസിന്റെ ആത്മാർത്ഥമായ സ്നേഹത്തെയും എന്നാൽ അവന്റെ പരാജയത്തെക്കുറിച്ചുള്ള യേശുവിന്റെ മുൻകൂട്ടിയുള്ള അറിവിനെയും വെളിപ്പെടുത്തി. എന്തെന്നാൽ ഈ പത്രോസ് തന്നെ യേശു ക്രൂശിക്കപ്പെടുന്നതിനായി പിടിക്കപ്പെട്ടപ്പോൾ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. ചോദ്യം 17. യേശുവിനെ പടയാളികൾ ധരിപ്പിച്ച മേലങ്കിയുടെ നിറം എന്തായിരുന്നു? എ ചുവപ്പ്, ബി നീല, സി വെള്ള, ഡി ധൂമ്ര പർപ്പിൾ. ഉത്തരം ഡി ധൂമ്ര പർപ്പിൾ. ധൂമ്രവർണം രാജാക്കന്മാരുടെ നിറം ധരിപ്പിച്ചത് ക്രൂശീകരണത്തിന് മുമ്പ് യേശു സഹിച്ച പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും ഭാഗമായിരുന്നു. ഇത് ലോകത്തിന്റെ കാഴ്ചപ്പാടിലുള്ള രാജത്വവും രാജാധിരാജനായ യേശുവിന്റെ യഥാർത്ഥ സ്വത്വവും തമ്മിലുള്ള വ്യത്യാസം എടുത്തുകാണിക്കുന്നു. ചോദ്യം 18. യേശു രാജ്യത്തിന്റെ സുവിശേഷം പ്രഖ്യാപിക്കുകയും അന്ത്യകാലത്തെക്കുറിച്ച് പ്രവചിക്കുകയും ചെയ്തത് എവിടെ വെച്ചാണ്? എ ഒലിവ് മലയിൽ, ബി ഖഫർനഹൂം, സി യെരൂശലേം, ഡി ഗലീലി. ഉത്തരം എ ഒലിവ് മലയിൽ. യേശു തന്റെ ശുശ്രൂഷയിൽ പല പ്രാവശ്യം രാജ്യത്തിന്റെ സുവിശേഷം പ്രഖ്യാപിച്ചു. എന്നാൽ ഒലിവ് മലയിലെ പ്രസംഗമാണ് അന്ത്യകാലത്തെക്കുറിച്ചും തന്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള അടയാളങ്ങളെക്കുറിച്ചും ഉള്ള പ്രവചനത്തിന്റെ ഒരു പ്രധാന സന്ദേശം നൽകിയത്. ചോദ്യം 19. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് യേശു എപ്പോഴാണ് പറഞ്ഞത്? എ മലയിലെ പ്രസംഗത്തിൽ, ബി അന്ത്യ അത്താഴ സമയത്ത്, സി ലാസറിനെ ഉയിർപ്പിച്ച ശേഷം, ഡി മരിച്ച് ഉയിർത്തെഴുന്നേറ്റ ശേഷം. ഉത്തരം ബി അന്ത്യ അത്താഴ സമയത്ത്. യേശു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയ ശേഷം അന്ത്യ അത്താഴ സമയത്താണ് ഈ പുതിയ കൽപ്പന നൽകിയത്. താൻ അവരെ സ്നേഹിച്ചതുപോലെ നിസ്വാർത്ഥമായി പരസ്പരം സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യം യേശു ഊന്നിപ്പറഞ്ഞു. ചോദ്യം 20. യേശു കാറ്റിനെയും കടലിന്റെ കോപത്തെയും ശാന്തമാക്കിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനെക്കുറിച്ച് എന്ത് ചോദിച്ചു? എ ഇവൻ ആരാണ്, ഇവന്റെ അധികാരം എവിടെ നിന്ന് വരുന്നു? ബി ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് ചിന്തയില്ലേ? സി ഞങ്ങൾ നിന്റെ പിന്നാലെ വരണോ? ഡി ഈ അത്ഭുതം ചെയ്യാൻ നിനക്ക് ആരാണ് അധികാരം തന്നത്? ഉത്തരം എ ഇവൻ ആരാണ്, ഇവന്റെ അധികാരം എവിടെ നിന്ന് വരുന്നു? യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ അവ ശാന്തമായി. ഇത് കണ്ട് വിസ്മയം പൂണ്ട ശിഷ്യന്മാർ, എന്നാൽ ഇവൻ ആരാകുന്നു? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പരസ്പരം പറഞ്ഞു. ഇത് പ്രകൃതി ശക്തികളുടെ മേലുള്ള യേശുവിന്റെ ദൈവിക അധികാരം വെളിപ്പെടുത്തുന്നു. ചോദ്യം 21. നിങ്ങൾ നിന്റെ സഹോദരനോട് 70 പ്രാവശ്യം 7 തവണ ക്ഷമിക്കണം എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? എ പത്രോസ്, ബി യാക്കോബ്, സി യൂദാസ്, ഡി യോഹന്നാൻ. ഉത്തരം എ പത്രോസ്. എത്ര തവണ ക്ഷമിക്കണം എന്ന് പത്രോസ് ചോദിച്ചപ്പോഴാണ് 7 തവണ മതിയോ തന്റെ അനുയായികൾ പരിധിയില്ലാതെ ക്ഷമ കാണിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 70 പ്രാവശ്യം 7 തവണ ക്ഷമിക്കണം എന്ന് യേശു പത്രോസിനോട് പറഞ്ഞത്. ഇത് ദൈവരാജ്യത്തിലെ അനുരഞ്ജനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ചോദ്യം 22. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിന് പുറമെ ഏത് പ്രവൃത്തിയാണ് അത്യാവശ്യമെന്ന് യേശു പറഞ്ഞു? എ ദിവസവും പ്രാർത്ഥിക്കുക, ബി മറ്റുള്ളവരെ സ്നേഹിക്കുക, സി അവനിൽ വിശ്വസിക്കുക, ഡി അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. ഉത്തരം ഡി അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. യഥാർത്ഥ വിശ്വാസത്തിന്റെയും ശിഷ്യത്വത്തിന്റെയും തെളിവായി തന്റെ പഠിപ്പിക്കലുകളോടും കൽപ്പനകളോടുമുള്ള അനുസരണയുടെ പ്രാധാന്യം യേശു ഊന്നിപ്പറഞ്ഞു. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചുള്ള ജീവിതം യഥാർത്ഥ ശിഷ്യത്വത്തിന് അത്യാവശ്യമാണെന്ന് ഇത് അടിവരയിടുന്നു. ചോദ്യം 23. മലയിലെ പ്രസംഗത്തിൽ ലോകത്തിന് എന്ത് 2 കാര്യങ്ങളായിരിക്കാൻ യേശു തന്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചു? എ പ്രവാചകരും അപ്പോസ്തലന്മാരും, ബി വള്ളികളും ശാഖകളും, സി അപ്പവും വെള്ളവും, ഡി ഉപ്പും വെളിച്ചവും. ഉത്തരം ഡി ഉപ്പും വെളിച്ചവും. മത്തായിയുടെ സുവിശേഷത്തിൽ ലോകത്തിന് ഉപ്പും വെളിച്ചവും ആയിരിക്കാൻ യേശു തന്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചു.
ഉപ്പ് ലോകത്തിന്റെ ധാർമ്മിക ജീർണ തടയാനുള്ള ക്രിസ്ത്യാനികളുടെ സ്വാധീനത്തെയും വെളിച്ചം ദൈവത്തിന്റെ സത്യം ലോകത്തിന് വെളിപ്പെടുത്തുന്ന സാക്ഷ്യത്തെയും സൂചിപ്പിക്കുന്നു. ചോദ്യം 24. തന്റെ ശിഷ്യന്മാരുമായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ധനികൻ പോകുന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യം എന്താണെന്ന് യേശു പറഞ്ഞു? എ. ഒരു മനുഷ്യൻ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നുപോകാൻ. ബി. ഒരു കപ്പലിന് ഒരു കൊടുങ്കാറ്റിൽ അതിജീവിക്കാൻ. സി. ഒരു ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കാൻ. ഡി. ഒരു കുരുടൻ മറ്റൊരു കുരുടനെ നയിക്കാൻ. ഉത്തരം സി. ഒരു ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കാൻ. ധനികർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്രത്തോളം പ്രയാസകരമാണെന്ന് എടുത്തു കാണിച്ചുകൊണ്ട് ഒരു ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് ഒരു ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്ന് യേശു പ്രസ്താവിച്ചു. ചോദ്യം 25. യേശുവിന്റെ അത്ഭുതങ്ങളിലൊന്ന് 5 അപ്പവും 2 മീനും ഉപയോഗിച്ച് ഏകദേശം 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച ശേഷം എത്ര കുട്ട നിറയെ കഷ്ണങ്ങളാണ് ബാക്കിയായത്? എ. 7 കുട്ട നിറയെ. ബി. 10 കുട്ട നിറയെ. സി. 12 കുട്ട നിറയെ. ഡി. 20 കുട്ട നിറയെ. ഉത്തരം സി. 12 കുട്ട നിറയെ. 5 അപ്പവും 2 മീനും ഉപയോഗിച്ച് 5000-ലധികം പേരെ പോഷിപ്പിച്ച അത്ഭുതത്തിനു ശേഷം കൃത്യമായി 12 കുട്ട നിറയെ കഷ്ണങ്ങളാണ് ബാക്കിയായത്. ബാക്കി വന്ന ഈ കഷ്ണങ്ങൾ യേശുവിന്റെ സമൃദ്ധമായ കരുതലിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും ഇത് പ്രതിനിധീകരിക്കുന്നു. അഭിനന്ദനങ്ങൾ. പുതിയ നിയമത്തിലൂടെയുള്ള അവിശ്വസനീയമായ ഒരു യാത്രയാണിത്. നിങ്ങളുടെ തിരുവെഴുത്ത് പരിജ്ഞാനം നിങ്ങൾ പരീക്ഷിച്ചു. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞു? വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. കൂടുതൽ ക്വിസുകൾക്കും ആഴമായ ബൈബിൾ പഠനത്തിനും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതിനാൽ നിങ്ങളുടെ സ്കോറുകളോ ചോദ്യങ്ങളോ ഭാവി ക്വിസുകൾക്കുള്ള ആശയങ്ങൾ കമന്റ് ബോക്സിൽ പങ്കിടുക. ഇന്ന് ഈ യാത്രയുടെ ഭാഗമായതിന് നന്ദി. നിങ്ങളുടെ ആത്മീയ പാത അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം.